സുരേഷ് ഗോപിയെയും RSSനെയും എടുത്തിട്ടലക്കി സീറോ മലബാർ സഭയുടെ മുഖമാസിക രംഗത്തെത്തി. തൃശൂരിലെ വിജയം വോട്ട് കൊള്ളയെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് മാസികയിലുള്ളത്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് കൊള്ളയിലൂടെയാണെന്ന കടുത്ത ആരോപണവുമായിട്ടാണ് സീറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപത രംഗത്ത് വന്നിരിക്കുന്നത്. മുഖമാസികയായ കത്തോലിക്ക സഭയുടെ സെപ്റ്റംബർ ലക്കത്തിലെ ലേഖനത്തിലാണ് ആരോപണം സഭ ഉന്നയിച്ചിരിക്കുന്നത്. ഇടതിന്റെയും കോൺഗ്രസിന്റെയും മണ്ഡലത്തിലെ സംഘടനാ ദൗർബല്യം മനസ്സിലാക്കി RSS നടത്തിയ ആസൂത്രിത നീക്കമാണ് ഈ വോട്ടുകൊള്ള എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ 1,46,673 വോട്ടുകളാണ് കൂടിയത്. അതായത് 10.99% വർധന. ഇതെങ്ങനെ ഉണ്ടായി? സുരേഷ് ഗോപി വിജയം 74,686 വോട്ടിന്. പുതിയ 1,00,000 വോട്ടുകൾ എങ്ങനെ വന്നു എന്ന ലേഖനത്തിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കരുവന്നൂർ തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും ക്രിസ്ത്യൻ പള്ളികളിലേക്കും പല നഗറുകളിലേക്കും സുരേഷ് ഗോപിയെ പറഞ്ഞുവിട്ടത് വോട്ടർ പട്ടികയിലെ കൊള്ള മറച്ചുപിടിക്കാൻ RSS നടത്തിയ ഗൂഢതന്ത്രമാണെന്നും ലേഖനത്തിൽ പറയുന്നു. ചില മെത്രാന്മാരും സാമുദായിക നേതാക്കന്മാരും RSSന്റെ കെണിയിൽ വീണു. കാസ കുത്തിവെക്കുന്ന വിഷബീജത്തിന്റെ ഉറവിടം മനസ്സിലാക്കാതെയും പ്രവർത്തിക്കുന്നുണ്ടെന്നും ലേഖനത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇതിനിടെ തനിക്ക് നിവേദനം നൽകാൻ വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നതിൽ സുരേഷ് ഗോപി കലിപ്പിലാകുന്നതിൽ RSSനടക്കം കടുത്ത പ്രതിഷേധവും അതൃപ്തിയുമാണ് ഉള്ളത്. BJPയിലെ ഒരു വിഭാഗവും പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിക്ക് വലിയ വീഴ്ചയുണ്ടാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ചേർപ്പിലെ കലുങ്ക് സംവാദത്തിനിടെ വയോധികന്റെ അപേക്ഷ നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴ എന്നാണ് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചത്. കൂടാതെ കലുങ്ക് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനാണ് ശ്രമം. അത് നടക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിക്ക് പറ്റിയ കൈപ്പിഴ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് മറുപുറത്ത് CPM നടത്തുന്നത്. കൊച്ചുവേലായുധന്റെ നിവേദനം സുരേഷ് ഗോപി നിരസിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കൊച്ചുവേലായുധന് വീട് നൽകുമെന്ന് CPM വ്യക്തമാക്കിയിരുന്നു. ഇത് ആദ്യമായല്ല സുരേഷ് ഗോപിക്ക് നിവേദനം തലവേദനയാകുന്നത്. മുൻപ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് തനിക്ക് നിവേദനം നൽകാൻ എത്തിയവരോട് ഞാൻ നിങ്ങളുടെ MP അല്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ പായിപ്പാട് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ചേർപ്പിലെ സംഭവം സുരേഷ് ഗോപിക്കെതിരെ CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ അവഹേളിച്ച കൊച്ചുവേലായുധന്റെ വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് CPM പ്രഖ്യാപിച്ചത്. ഏതായാലും സുരേഷ് ഗോപിയെ കൊണ്ട് BJP പാഠം പഠിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ കാണുന്നത്.